ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി മേഴ്സർ തിയറാണ് ഫങ്ഷണൽ അനാലിസിസിൽ. അപ്പം മേഴ്സർ തിയറം, അപ്പം ഇതിൽ നമുക്ക് പ്രൂഫില്ല, തിയറം മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതായത് കെ ഓഫ് എസ് ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം, കണ്ടിന്യൂസ് ഫങ്ഷനാണ്. അസ്യൂം ദാറ്റ് ഓൾ ഐ എം വാല്യൂസ് ലാംഡ ഐ ഓഫ് ദി കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ഓപ്പറേറ്റർ കെ ആർ നോൺ നെഗറ്റീവ്. നോൺ നെഗറ്റീവ് ആണ്, ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് കെ എക്സ് കോമ എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് പ്രൂവ് ചെയ്യാണ് കെ എസ് ടി കേർണൽ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ സിഗ്മ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഐ ഇ ഐ എസ് ഇ ഐ ഓഫ് ടി കോഞ്ചുഗേറ്റ് ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ദിസ് സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ആൻഡ് യൂണിഫോംലി. ആൻഡ് നോക്കണേ, ഇത് കൺവേർജ് ചെയ്യുന്നുണ്ട്. ദി സീരീസ് അബ്സല്യൂട്ട്ലി എങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്സല്യൂട്ട് കൺവേർജൻസിയാണ്, യൂണിഫോംലിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൊറോളറിയാണ്. സപ്പോസ് കെ എസ് ടി ഈക്വൽ ടു സിഗ്മ ലാംഡ ഐ എസ് ഇ ഐ ടി കോഞ്ചുഗേറ്റ് കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മൾ കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, അപ്പോൾ കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും സിഗ്മ ലാംഡ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് ടി ടി ഡി ടി ആണെന്നും കെ ഓഫ് ടി ടി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. നോക്കണേ, കെ ഓഫ് ടി ടി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും സിഗ്മ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് ടി ടി ഡി ടി ആണെന്നും പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കെ ഓഫ് എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ എന്താ നോക്കാം. സിഗ്മ അല്ലേ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഐ ഇ ഐ എസ് ഇ ഐ ടി കോഞ്ചുഗേറ്റ്. അപ്പം ഇവിടെ എസ്സിന് പകരം ഞാൻ വീണ്ടും ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓഫ് കെ ഓഫ് ടി ടി എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ലാംഡ ഐ എസ്സിൻ്റെ സ്ഥാനത്ത് ടി ആവും. അപ്പോൾ ഇ ഐ ടി കോഞ്ചുഗേറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, സിഗ്മ ലാംഡ ഐ മോഡുലസ് ഓഫ് ഇ ഐ ടി സ്ക്വയർ അല്ലേ, ഇ ഐ ടി സ്ക്വയർ. ലാംഡ ഐ ഈസ് എ പോസിറ്റീവ് നോൺ നെഗറ്റീവ് വാല്യൂസ് ആണ്. ഇ ഐ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ഇറ്റ്സ് സം ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. ലാംഡ ഈസ് നോൺ നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇ ഐ ടി സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇറ്റ്സ് സം ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം ഇനി നമുക്ക് ഒരു കാര്യം കിട്ടി. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഏതാ കിട്ടിയെന്ന് വെച്ചാൽ കെ ഓഫ് ടി ടി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പം നമ്മൾ തുടങ്ങാനും എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, 0 ടു ബി അല്ല സോറി എ ടു ബി 0 ടു ബി അല്ല എ ടു ബി കെ ഓഫ് ടി ടി ഡി ടി എന്താണെന്ന് സിഗ്മ ലാംഡ ഐ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തുള്ള അല്ലേ ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ എ ടു ബി എന്താണ്, ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് ടി കോമ ടി ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ ഡെഫിനിഷൻ പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് ടി കോമ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇ ഐ സിഗ്മ ലാംഡ ഐ മോഡുലസ് ഓഫ് ഇ ഐ ടി ഹോൾ സ്ക്വയർ ഡി ടി അല്ലേ. ഇതിൽ ഡി ടി വിത്ത് റെസ്പെക്ട് ടി ആയതുകൊണ്ട് സിഗ്മ ലാംഡ ഐ ടേക്ക് ഔട്ട് സൈഡ് എടുക്കാം. സിഗ്മ ലാംഡ ഐ ഇൻ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് ഇ ഐ ടി സ്ക്വയർ ഡി ടി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഈ എ ടു ബി ഈ മോഡുലസ് ഓഫ് ഇ ഐ ടി എന്ന് പറയുന്നത് നോം ഓഫ് അല്ലേ എൽ സ്പേസിലെ, അതായത് ക്യാപിറ്റൽ എൽ അല്ലേ, അതിൽ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള നോമാണ് അല്ലേ. ദാറ്റ് ഈസ് നോം ഓഫ് ഇ ഐ എപ്പോഴും ഇതാണ് 1 ആണ്. സോ അതുകൊണ്ട് ഇത് 1 ആയി മാറും. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞാപ്പ് 1 ആയി മാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് 1 ആയാൽ പിന്നെ ആരേ ഉണ്ടാവുള്ളൂ, സിഗ്മ ലാംഡ ഐ മാത്രം. സോ ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് ടി കോമ ടി ഡി ടി ഈസ് ഈക്വൽ ടു സിഗ്മ ലാംഡ ഐ. ഇറ്റ്സ് ഓക്കെ.
ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓർഡർ ഇൻ സ്പേസ് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. അപ്പോൾ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ ആണ് എന്നുള്ള ഓർക്കുക. ഇതിലുള്ള കേസുകൾ പ്രോപ്പർട്ടികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാദ്യം നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിനെയാണ് നമ്മൾ ഓർഡറിങ് പറയൽ സാധാരണ. അല്ലെങ്കിൽ ഒരു ഓർഡറിൽ എഴുതാനും കഴിയുക എന്നുള്ളത് പോസിബിലിറ്റി അല്ലേ. ഇത് കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് എന്ന് പറയാൻ കഴിയാം. ഓക്കെ, an ഓപ്പറേറ്റർ എ ഈസ് കോൾഡ് നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച്. ഓക്കെ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച്. അപ്പം ഇതിൽ 2-3 മീനിങ്ങുകളുണ്ട്. അപ്പം ഇവിടെ കിട്ടിയത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇനി നമ്മൾ ഓർഡറിങ്ങിൻ്റെ അടുത്ത ഡെഫിനിഷനാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മീൻസ്. ഓക്കെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും എന്തായിരിക്കണം, സിമെട്രിക് ആയിരിക്കണം. ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ബി മൈനസ് എ എക്സ് കോമ എക്സ് ദിസ് ഈസ് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് എഴുതാം. ബി മൈനസ് എ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ബി എക്സ് കോമ എക്സ് മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ബി എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മൈനസിന് അപ്പുറത്തൊക്കെ എടുത്താൽ പ്ലസ് ആവും, ഇന്നർ പ്രോഡക്റ്റ് എ എക്സ് കോമ എക്സ്. ഇങ്ങനെ ഈ 2 മെത്തേഡുകളും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്തായിരിക്കണം, എയും ബിയും സിമെട്രിക് ആയിരിക്കണം. അത് മാത്രമല്ല ബി മൈനസ് എ എന്തായിരിക്കും, 0യുമായി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ബി എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി അല്ലേ, മൈനസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണ്. ഓക്കെ, നോം ഓഫ് 1 ഐ എന്താണ്, ഐഡൻറ്റിറ്റിയുടെ നോം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് നോം ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് ഇനീക്വാലിറ്റി നമ്മൾ മോഡുലസിൻ്റെ ഒക്കെ പറയും പോലെ മോഡുലസ് ഓഫ് എക്സ് ഈ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്, സോറി മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഈക്വൽ ടു ഇട്ടിട്ട് എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് നമ്മൾ എഴുതാറുണ്ട് അല്ലേ, ഈ ഡെഫിനിഷൻ റിയലിൽ. ഓക്കെ, അതേ മോഡലിൽ തന്നെ. ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്. അങ്ങനെ നമുക്ക് പോസിബിളാണ് ആ ഇനീക്വാലിറ്റി നമുക്ക് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും, 0 ഓപ്പറേറ്റർ അതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ജനറലൈസ്ഡ് കോഷി-സ്വാർട്സ് ഇനീക്വാലിറ്റി, ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. ജനറലൈസ്ഡ് കോഷി-സ്വാർട്സ് എ ഈസ് എ നോൺ നെഗറ്റീവ് ഓപ്പറേറ്റർ ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയാലോ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ദെൻ മോഡുലസ് ഓഫ്, പ്രത്യേകം ശ്രദ്ധിക്കുക, കോഷി-സ്വാർട്സിൻ്റെ ജനറലൈസേഷനാണ് മോഡുലസ് ഓഫ് എ എക്സ് കോമ വൈ, മോഡുലസ് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ വൈ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എക്സ് കോമ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എ വൈ കോമ വൈ. പ്രത്യേകം ശ്രദ്ധിക്കണേ, എ എക്സ് കോമ എക്സ് ഇൻറ്റു എ വൈ കോമ വൈ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ്
സി എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ അല്ലേ, ആണ്. അതുപോലെ തന്നെ എയും എ ലെസ് ദാൻ ബിയും ആണ് എങ്കിൽ എ പ്ലസ് സി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് സി ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമുക്ക് എന്ത് ചെയ്യാം, 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മാറ്റം വരുത്താം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ, അതിലേക്ക് ഒരു പ്ലസ് സി കൊടുക്കുക, മൈനസ് സി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പ്ലസ് സീനെ ബീൻ്റെ അപ്പുറം എഴുതിയിട്ടുണ്ടെങ്കിൽ ബി പ്ലസ് സി, മൈനസ് കോമൺ ആയിട്ട് എയിൽ നിന്നും ഈ സിയിൽ നിന്നും പുറത്തെടുത്താൽ മൈനസ് ഓഫ് എ പ്ലസ് സി. സോ ഇതിനെ ഈക്വൽ ടുവിൻ്റെ പുറത്ത് കൊണ്ടുവന്നാൽ എ പ്ലസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് സി ഇങ്ങനെ എഴുതാം. അതല്ല എങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം, ഡിപ്പെൻഡ് അപ്പോൺ. ഓക്കെ, അപ്പം ഈ റിസൾട്ടും കിട്ടും. ഈ സി എന്ന് പറയുന്ന മൂന്നാമതൊരു സിമെട്രിക് ഫംഗ്ഷൻ കൂടി നമുക്കുണ്ട് എങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് കിട്ടും. ഇനി അഞ്ചാമത്തത്, ഇഫ് എ ഈസ് എ സിമെട്രിക്, എന്താണ് സിമെട്രിക് ആണെങ്കിൽ എ റേസ് ടു 2n അല്ലേ, എൻ്റെ 2n ടൈപ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രൂഫ് തുടങ്ങാം. അപ്പോൾ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, എ റേസ് ടു 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ റേസ് ടു 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ റേസ് ടു 2nx, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് പ്രൂവ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മളെടുത്തു എ റേസ് ടു 2nx, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി ചെയ്ത് 2n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an ഇൻറ്റു an ആണ്. ഓക്കെ, anx എക്സ് എന്ന് എഴുതി. എ എന്ന് പറയുന്നത് എന്താണ്, സിമെട്രിക് ആണ്. സോ എ സിമെട്രിക് ആണ്, അപ്പം എന്നും സിമെട്രിക് ആണ് അല്ലേ. അല്ലെങ്കിൽ എ ഓരോ ടൈമിന് ഇപ്പുറത്തേക്ക് എടുക്കുക സ്റ്റെപ്പിൽ. അങ്ങനെ ആകുമ്പോൾ n ടൈംസ് ഇപ്പുറത്തേക്ക് എടുത്താൽ anx, anx, ദാറ്റ് ഈസ് നോം ഓഫ് anx. നോം ഓഫ് anx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ദോർഫോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എ റേസ് ടു 2n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു നോട്ടാണ്. അത് പ്രോപ്പർട്ടി തന്നെ ആട്ടോ, അത് അല്ലെങ്കിൽ നോട്ടായിട്ട് എഴുതിയാലും മതി. ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ നോക്കണേ, വേറൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയാണ് പറഞ്ഞത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സെറ്റാണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ദെൻ എ റേസ് ടു 2n പ്ലസ് 1, എ റേസ് ടു 2n പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എ സിമെട്രിക്, എ സിമെട്രിക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ എ റേസ് ടു 2n പ്ലസ് ഇതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഡെഫിനിഷൻ തന്നിട്ടുള്ള സംഭവം എന്താണ്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇതാണ് നമുക്കറിയാം. ഇനി നമ്മൾ ഇതിലേക്ക് വരിക. വി ഹാവ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എച്ച്. ഓക്കെ, ഇനി നോക്കുക, വി ഹാവ് എ റേസ് ടു 2nx, അല്ലേ 2n പ്ലസ് 1 എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടതും. എ സിമെട്രിക് ആണെന്നും നമ്മൾ ഇവിടുന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ആണെന്ന് പ്രൂവ് ചെയ്യും, എക്സ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എൻ പ്ലസ് 1നെ എനെ പുറത്തെടുത്താൽ A2n നിന്നും an എന്ന് എഴുതാം. ആ anൽ നിന്നും anx പുറത്തേക്ക് കൊണ്ടുവരാം അല്ലേ, ആണോ? ഓക്കെ, സിമെട്രിക്കാണ്. അപ്പം സിമെട്രിക് ആയതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരാം. കാരണം ഓക്കെ, അപ്പം സിമെട്രിക്കാണ്. anx ഓക്കെ ആണല്ലോ. ഓക്കെ, anxനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ എന്തായി, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ay, y. കാരണം anx എവിടെ ഉണ്ടായിരിക്കും, എക്സിൽ, ഹിൽബർട്ട് സ്പേസ് എച്ചിലുള്ള എലമെൻ്റാണ്. അപ്പം ഇതിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ y എന്ന് പറയുന്ന, അതായത് ഇത് ഈക്വൽ ടു വൈയിലുള്ള ഏതൊരു എലമെൻറ്റിനും ഇത് പോസിബിളാണ്. എ ഓൾവേസ്, അതായത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ്, എക്സ്, അതായത് ay, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ay, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. That is possible. That means a raised to 2n plus 1 always greater than or equal to
0. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു നോട്ടാണ് കേട്ടോ, നോട്ട്. ഓക്കെ, എന്താ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A<= B എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് A<= B എന്ന് പറഞ്ഞാൽ 0<= B-A. B-Aൻ്റെ ഡെഫിനീഷൻ എന്തായിരുന്നു? 0 ഇന്നർ പ്രോഡക്റ്റ് ഓഫ് B - AX, X. ഇത് നേരത്തെ ഞാൻ എഴുതിയതാണ്. വിച്ച് ഈസ് ഇംപ്ലൈസ് എന്താണ്? 0 എക്സിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ BX - AX, ദെൻ പ്രോപ്പർട്ടി ഓഫ് ഇന്നർ പ്രോഡക്റ്റ് BX, X - AX, X. ഇനി ഈ മൈനസിനെ ഇക്വൽട്ടുൻ്റെ അപ്പുറത്ത് ഇനീക്വാലിറ്റിൻ്റെ അപ്പുറത്തേക്ക് എടുത്താൽ ഇന്നർ പ്രോഡക്റ്റ് AX1, AX, X BX, X. സോ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കേസ് A<= I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഈ തൊട്ട് മോളത്തെ ഈ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് AX, X ഈസ് <= ഇന്നർ പ്രോഡക്റ്റ് ഓഫ് IX, X. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു IX എന്ന് പറഞ്ഞാൽ X തന്നെ. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് X, X ദാറ്റ് ഈസ് നോം X². സോ ദാറ്റ് മീൻസ് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് AX, X ഓൾവേസ് <= നോം X². എപ്പോഴാണ് A<= I ആണ് എങ്കിൽ A<= I ആണ് എങ്കിൽ. അടുത്തത് നമ്മൾ ഒരു നോട്ടാണ്. നോട്ട് ഏതാണ്? ഫോർ എനി സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ A<= പ്രത്യേകം ശ്രദ്ധിക്കണേ. A<= I ഇൻറ്റു നോം A. I ഇൻറ്റു നോം A ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു തിയറം മോണോട്ടോൺ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറാണ്. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് മോണോട്ടോൺ സീക്വൻസ് ഓപ്പറേറ്റേഴ്സ് അല്ലേ, ഓപ്പറേറ്റേഴ്സിൻ്റെ സീക്വൻസ് ഓപ്പറേറ്റേഴ്സിൻ്റെ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ സീക്വൻസ് പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ A0 is less than or equal to A1 less than or equal to etc. AN less than or equal to etc. A. Then there exists a strong limit അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ദി സീക്വൻസ് AN എന്ന് പറയുന്ന ഈ സീക്വൻസിന് ഒരു സ്ട്രോങ് ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദർ എക്സിസ്റ്റ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ AIs ആർ ബൗണ്ടഡ് അല്ലേ. അപ്പം ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. എന്ത്? B എന്ന് പറയുന്നത് ANX കൺവേർജസ് ടു. കാരണം AN കൺവേർജസ് ടു B എന്ന് പറഞ്ഞാൽ അത് സ്ട്രോങ് അല്ല, അത് നമ്മൾ വീക്ക് എന്ന് പറയും. ഓക്കെ, പക്ഷേ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ANX കൺവേർജസ് ടു B X എന്ന് ഫോർ ഓൾ X ബിലോങ്സ് ടു H. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് കൺവേർജൻസി എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ദർ എക്സിസ്റ്റ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ B സച്ച് ദാറ്റ് ANX കൺവേർജസ് ടു BX ഫോർ ഓൾ X. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനൊരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ അത് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. ഫോർ എവറി സിമ്മെട്രിക് ഓപ്പറേറ്റർ നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എവറി സിമ്മെട്രിക് ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്തു? ചൂസ് ചെയ്തു. അല്ലേ, ഈ ഫോർ എവറി സിമ്മെട്രിക് ഓപ്പറേറ്റർ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് A എന്ന് പറയുന്ന ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം C. ദർ എക്സിസ്റ്റ് എ C സച്ച് ദാറ്റ് A ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഇൻറ്റു I ആഡ് എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ദർ എക്സിസ്റ്റ് എ C1 സച്ച് ദാറ്റ് AN മൈനസ് A0 ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C1 ഇൻറ്റു I. അവിടെ എന്താണ്? A0, A1, AIs ആർ
സിമ്മെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എ എൻ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ എൻ കോമ എം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഡിഫൈൻ എ എം എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എൻ മൈനസ് എ എം ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ എം ആണ്. അപ്പം എ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എ എം ആണ്. സോ അതുകൊണ്ട് എ എൻ മൈനസ് എ എം ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എ എം മൈനസ് എ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഐ ആണ് എന്ന് വെച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എ എം എൻ എക്സ് ആണ് എന്ന് നിർത്തും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എം എൻ എക്സ് വൈ ഈക്വൽ ടു എ എം എൻ എക്സ് ആണ് എന്ന് വിചാരിക്കാം. എ എം എൻ എക്സ് സ്ക്വയർ, നോം ഓഫ് എ എം എൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എ എം എൻ എക്സ് കോമ എ എം എൻ എക്സ്. ദാറ്റ് ഈസ് നമ്മൾ എ എം എൻ എക്സിനെ നമുക്ക് ഒന്നുകൂടി മാറ്റാം, എ എം എൻ എക്സ് കോമ വൈ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ജനറലൈസ്ഡ് കോഷി സ്വാർട്സ് തൊട്ട് മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് എ എം എൻ എക്സ് കോമ എക്സ് റൂട്ട് ഓഫ് എ എം എൻ വൈ കോമ വൈ. ഇനി നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് വൈൻ്റെ സ്ഥാനത്ത് എ എം എൻ എക്സ് അപ്ലൈ ചെയ്യാണ്. വൈ എന്ന് പറഞ്ഞാൽ എ എം എൻ എക്സ് ആണ്. സോ റൂട്ട് ഓഫ് എ എം എൻ എക്സ് കോമ എക്സ് റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എം എൻ എക്സ് കോമ വൈക്ക് എ എം എൻ എക്സ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, ഐഡൻറ്റിറ്റി. ഇതാ ഈ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. എ എൻ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐഡൻറ്റിറ്റിയാണ്. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ എം എൻ എക്സ് കോമ എക്സ്, എ എൻ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ എ എൻ എക്സ് കോമ എക്സ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എക്സ് കോമ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എം എൻ എക്സ് കോമ എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ വിച്ച് ഈസ് ഈ സാധനം അല്ലെങ്കിൽ ഈ മുകളിലുള്ള സാധനം ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഐ എം എൻ എക്സ്, ഐ ഇൻറ്റു എം എൻ എക്സ് അല്ലെങ്കിൽ ഐ ഓഫ് എം എൻ എക്സ് എ എം എൻ എക്സ്. ഓക്കെ, ഇൻറ്റു എ എം എൻ എക്സ് ഇവിടെ ഉള്ളത് തന്നെ. ഇവിടുന്ന് ഒരു എം എൻ എക്സിന് പകരം ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു. സോ അപ്പോൾ ഇത് ലെസ് ദാൻ നമുക്ക് ഒരു ഉഡായിപ്പ് സംഭവത്തിലേക്ക് എത്തുകയാണ്. നോക്കുക, റൂട്ട് ഓഫ് എ എം എൻ എക്സ് ഇത് പിന്നെന്താണ് ബൈ ദി ഡെഫിനിഷൻ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എം എൻ എക്സ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എം എൻ എക്സ് കോമ എക്സ് റൂട്ട് ഓഫ്, നോക്കണം ഇതിന് പകരം അല്ലേ, ഇവിടെ എം എൻ എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോം ഓഫ് എം എൻ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതിനെ നമുക്ക് നോം ഓഫ് എം എൻ സ്ക്വയർ ഇൻറ്റു നോം എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, റൂട്ട് പുറത്തെടുത്താൽ റൂട്ട് ഓഫ് എം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എം എൻ എക്സ്. പിന്നെ അങ്ങനെ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് അല്ലേ, ഇനി നമുക്കുള്ളത് എ എം എൻ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ എം അല്ലെങ്കിൽ എ എൻ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് എ എം എൻ ഓർ എ എം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് എ സീക്വൻസ് അല്ലേ, എ മെമ്പർ ഓഫ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ എ എം എൻ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ്. ഓക്കെ, ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അതുകൊണ്ട് എ എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ അതുകൊണ്ട് നമുക്ക് വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എം എൻ എക്സ് കോമ എക്സ് നോം എക്സ്. ഓക്കെ, ഇനി
എ എം എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ റൂട്ട് ഓഫ് എ എം എൻ എന്ന് പറഞ്ഞാൽ എ എൻ മൈനസ് എ എം ഓഫ് എക്സ് എക്സ് നോം എക്സ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് നോം ഓഫ് എ എം എൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എൻ എക്സ് കോമ ഇന്നർ പ്രോഡക്റ്റ് ഓഫ്, ഇതിനെ മാറ്റി എഴുതാം പ്രോപ്പർട്ടി ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എ എൻ എക്സ് കോമ എക്സ് മൈനസ് എ എം എക്സ് കോമ എക്സ് ഇത് ഈസ്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ളത് പ്രകാരം ഇത് സീക്വൻസ് ആണ് എ അല്ലേ, നമ്മൾ എ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വൺ ബൈ ദി ഡെഫിനിഷൻ അല്ലേ, എ സീറോ ലെസ് ദാൻ ഓർ അല്ലേ, നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം എ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര എന്നാണ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ സീറോ എക്സ് കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിന്നെന്താണ് എ വൺ ഓഫ് എക്സ് കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ അപ്പം ഇതെന്താണ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്നും അതുപോലെ തന്നെ ഈ കൺസെപ്റ്റ്സിൽ നിന്നും നമുക്ക് കിട്ടി വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സംതിങ് ഇൻറ്റു നോം എക്സ് ആണ് എന്നും കിട്ടി. കാരണം എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നും എ എക്സ് ഇത് കൺവേർജസ് ടു സീറോയിലേക്ക് കൺവേർജ് ചെയ്യും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നും എമ്മും ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ദിസ് ഈസ് ബിക്കംസ് കൺവേർജസ് ടു സീറോ, സീറോയിലേക്ക് കൺവേർജ് ചെയ്യും. ബൗണ്ടഡ് സീക്വൻസ് ആണ്, അതുകൊണ്ട് കൺവേർജ് ചെയ്യും. ഓക്കെ, മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷനൊക്കെ ബൗണ്ടഡ് മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷനൊക്കെ കൺവേർജൻ്റ് ആണ്, അതുകൊണ്ട് എ എം മൈനസ് എക്സ് ഇത് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും. ദാറ്റ് മീൻസ് അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ തന്നിട്ടുള്ള എ എൻ എന്ന് പറയുന്ന സീക്വൻസ് അതിലുള്ള ഏത് രണ്ട് ഒരു ആഫ്റ്റർ ദി എം ഓർ എൻ അല്ലേ, ഏത് രണ്ട് ഓപ്പറേറ്റർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്പോൾ അതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊരു കോച്ചി സീക്വൻസ് ആണ് എന്നാണ് ഈ കൺസെപ്റ്റ്സ് ഒന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കോച്ചി സീക്വൻസ്. സോ കോച്ചി സീക്വൻസ് ആണ് എച്ച് ഈസ് ഹിൽബർട്ട് സ്പേസ്, എവറി കോച്ചി സീക്വൻസ് ഈസ് കൺവേർജ്, ദാറ്റ് ഈസ് എ എൻ മസ്റ്റ് ബി കൺവേർജസ് ടു ബി എക്സ്, എൻ എക്സ് മസ്റ്റ് ബി കൺവേർജസ് ടു ബി എക്സ് എന്ന് കിട്ടി. ഇനി നൗ വി വാണ്ട് ടു ഷോ ദാറ്റ് ബി ഈസ് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളടുത്തുള്ളത് എ എൻ എക്സ് കോമ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എക്സ് അല്ലേ. ഇത് ഇങ്ങനെയല്ല, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എ എൻ എക്സ് കോമ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഐ എക്സ് കോമ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് എക്സ് സ്ക്വയർ. ഇത് നേരത്തെ ഞാൻ നോട്ടാക്കി എഴുതിയിരുന്നു. ഓക്കെ, കാരണം എന്തുകൊണ്ട് വെച്ചാൽ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എ എൻ ഇവിടെ എന്താണ് എ എൻ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിനാൽ നമുക്ക് ഇത് പോസിബിളാണ്. സോ അതായത് എ എൻ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എക്സ് അല്ലേ, a n x comma x always less than or equal to norm x square. That means limit n x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is bx. So bx comma x less than or equal to norm x square. That is b is bounded. So നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കറസ്പോണ്ടിങ് ദർ എക്സിസ്റ്റ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ബി സച്ച് ദാറ്റ് ബി എ എൻ എക്സ് സ്ട്രോങ്ലി കൺവേർജസ് ടു ബി, അല്ലെങ്കിൽ എ എൻ സ്ട്രോങ്ലി കൺവേർജസ് ടു ബി എക്സ്. അതല്ല എങ്കിൽ എ എൻ എക്സ് കൺവേർജസ് ടു ബി എക്സ് എന്ന് പറഞ്ഞാലും മതി. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഹിൽബർട്ട് സ്പേസ് എച്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ശരി. വേറെ പറയാനുള്ളത് ഞാൻ ഏകദേശം എല്ലാ ക്ലാസ്സുകളും പെട്ടെന്ന് ഇടുന്നുണ്ട്. ഓക്കെ.